നമ്മുടെ ഐറ്റത്തിന്റെ പേര് ഒരു സ്പെഷ്യൽ ഡെസേർട്ട് ആണ്. നമ്മുടെ നമ്മുടെ ബിസ്ക്കറ്റും കുറച്ച് പാലും കുറച്ച് മുട്ട ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമുക്കിതൊന്ന് ആദ്യം കട്ട് ചെയ്യാം എങ്ങനെയാണെന്നല്ലേ. ആദ്യം ഇതാണ് നിങ്ങളുടെ സാധനം ഉണ്ടല്ലേ? കേക്കാ ആയിട്ട് പൊടിയല്ലേ? അപ്പൊ ഈ ഒരു ഡെസേർട്ട് നിങ്ങൾ എല്ലാരും ഉണ്ടാക്കണം. നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി ഫുഡുകൾ നോക്കുന്നുണ്ട്, യാത്രകളുണ്ട്, അതൊക്കെ കാണണം അല്ലേ? ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ഇത് ബദാമിൻ്റെ എസൻസ് ആണ്. ഇത് ടൈഗർ ബിസ്ക്കറ്റ് 15 എണ്ണം, പാല് നോർമൽ പാല് 1 ഗ്ലാസ്, 2 കോഴിമുട്ട, ഒരു 3 ടേബിൾ സ്പൂണ് പഞ്ചസാര. ഇതാണ് ബിസ്ക്കറ്റ്. ഇതൊരു ബൗളിലേക്ക് ഇടുക. ആദ്യം തന്നെ ഒരു 15 ബിസ്ക്കറ്റ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. സാധാരണ നോർമൽ പാൽ അതിലേക്ക് ഒഴിക്കുക. ഒരു 5-10 മിനിറ്റ് ഇതിങ്ങനെ കുതിർന്ന് കിടക്കുന്നതിൽ 2 കോഴിമുട്ട അതിലേക്ക് ഉടച്ചിടുക. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇതൊരു 1/4 കപ്പിൻ്റെ പാത്രമാണ്. 2, 3 അധികം പഞ്ചസാര വേണ്ട. എന്നിട്ടൊരു 10 മിനിറ്റിൻ്റെ ഇടയ്ക്കത് അതിലിങ്ങനെ കുതിർത്ത് വെക്കുക. ഈ സമയത്ത് നമുക്ക് കരാമൽ ഉണ്ടാക്കണം. അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രം വെച്ചിട്ട് അതിലൊരു 1/4 കപ്പ്, അതായത് 3 ടേബിൾ സ്പൂണ് ഏറ്റവും ഹൈ ചൂടിൽ വെക്കുക. ഒന്നിങ്ങനെ കുഴിയാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുക. അധികം ഒഴിക്കരുത്. അപ്പോൾ അതിങ്ങനെ ഒരു കളർ ചേഞ്ച് വരും. ആ ഒരു കളർ ചേഞ്ച് വരുന്ന സമയത്ത് വീണ്ടും ഇളക്കി കൊടുക്കുക അങ്ങനെ. പിന്നെ അത് പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യുക. പിന്നെ നമുക്ക് ഉണ്ടാക്കുന്ന ആ പാത്രത്തിൻ്റെ അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ട് ചൂടോടെ തന്നെ ഒഴിക്കുക. ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് ഇങ്ങനെ ആക്കുക. ഇത് അധികം ഡയമീറ്റർ പറ്റില്ല, ഹൈറ്റ് കൂടുതലും കുഴപ്പമൊന്നുമില്ല. ഡയമീറ്റർ അധികം ഉണ്ടാക്കരുത്. ഇതിന് മുകളിൽ ഇതാക്കി വെക്കുക. നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നേരത്തെ ഇട്ട് വെച്ച ആ മിക്സ്, കോഴിമുട്ട, പാല്, എസൻസ് ഒരു 2 തുള്ളി ഇട്ടിച്ചാൽ മതി. എനിക്ക് ബദാമാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ബദാം ഇട്ടിട്ടുള്ളത്. ഇനി വാനില വെക്കാം. അത് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇനി ഒരു അരിപ്പെടുത്തിട്ട് അതിലേക്ക് ഒഴിക്കുക കംപ്ലീറ്റ്. അപ്പോൾ എന്തെങ്കിലും പൊടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിൻ്റെ പാലിൻ്റെ പാടയൊക്കെ ഉണ്ടാവും. എന്നിട്ടൊന്നും കൊണ്ട് കുലുക്കി കൊടുത്താൽ മതി. ഇതൊന്നിട്ട് അടച്ചു വെക്കുക. ഞാനൊരു അലൂമിനിയം പാത്രം, പഴയൊരു അലൂമിനിയം പാത്രത്തിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുക. അതിനൊരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിലേക്ക് വെക്കുക. ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് വെള്ളം നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് വെക്കുക. പിന്നെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കുക. ഒരു 20-25-30 മിനിറ്റിൻ്റെ ഇടയ്ക്ക് 20 മിനിറ്റ് ചെക്ക് ചെയ്ത് വെക്കുക. അടച്ചു വെച്ചിട്ട് 20-25-30 മാക്സിമം 30 മിനിറ്റ് മതിയാവും. അപ്പോൾ ഞാൻ വെച്ച് ഒരു ഇറക്കിലോണ്ട് കുത്തി നോക്കിയിട്ടുണ്ട്. അപ്പോൾ പൊട്ടി പിടിക്കണില്ല. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഒന്ന് തണുത്ത് കഴിഞ്ഞ ശേഷം ഇതിൻ്റെ സമാധാനത്തിന് വേണ്ടി ഒന്ന് കുത്തി നോക്കിയതാണ്. ഒരു പ്ലാസ്റ്റിക് കത്തിയോ എന്തെങ്കിലും എടുത്തിട്ട് സൈഡ് കംപ്ലീറ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ വിട്ട് പോര് കിട്ടൂല. ഒന്ന് തണുത്തിട്ട് മതി. ശേഷം ഒരു പ്ലേറ്റ് ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് തിരിച്ചിടുക. നല്ല അടിപൊളി ഇതായിരിക്കും. ഒന്ന് തണുപ്പിച്ച് കഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് കുറച്ച് കൂടും. ഇതിങ്ങനെ സ്ക്വയറായിട്ട് മുറിക്കുക, അങ്ങനെ ട്രയാങ്കിളായിട്ട് മുറിക്കുക, അങ്ങനെ സൗകര്യം പോലെ ചെയ്യുക. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. നമ്മളെ ചാനലിൽ ഒരുപാട് വെറൈറ്റി ഫുഡുകളും യാത്രകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.